ഇപ്പോൾ ശിവപ്രസാദ് തന്നെ ചേരുകയാണ്. ശിവപ്രസാദിൻ്റെ ആ പഞ്ച് ഡയലോഗ് ഞങ്ങൾ കേട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, രണ്ട് തരം വെല്ലുവിളികളെയാണ് കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് നേരിടേണ്ടി വരുന്നത്. ഒന്ന് സംഘപരിവാർ വൽക്കരണം, അതിനെതിരായി RSSനെതിരായി. മറ്റൊന്ന് അതിനെ ഇൻഡയറക്റ്റായി സഹായിക്കുന്ന കോൺഗ്രസിലെ എല്ലാവരുമല്ല, VD സതീശനടക്കമുള്ള ഒരു വിഭാഗം. ഈ രണ്ട് പ്രതിസന്ധികളെയാണ് മതനിരപേക്ഷതയ്ക്ക്, വിദ്യാഭ്യാസത്തിലെ മതനിരപേക്ഷതയ്ക്ക് നേരിടേണ്ടി വരുന്നത്, അല്ലേ ശിവപ്രസാദ്? പറഞ്ഞതിൽ ഒരു ചെറിയ തിരുത്ത്. അത് പഞ്ച് ഡയലോഗ് അത് ഈ കേരളത്തിലെ സാധാരണപ്പെട്ട തൊഴിലാളികളുടെ മക്കളുടെ ശബ്ദമാണ്. ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ്. അത് ഈ കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരുടെ ശബ്ദമാണ്. ഞങ്ങൾ ഈ കേരളത്തിനകത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടം RSSനെതിരാണ്. RSS നിയോഗിച്ച് ഈ കേരളം പിടിക്കാൻ അയച്ചിരിക്കുന്ന രാജേന്ദ്ര അർലേക്കർക്കെതിരാണ്. RSSന്റെ മുഴുവൻ ആശയങ്ങൾക്കുമെതിരാണ്. RSS കൊണ്ട് നടക്കുന്ന മുഴുവൻ രൂപങ്ങൾക്കുമെതിരാണ്. RSS കൊണ്ട് കേരളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്ന വർഗീയതയ്ക്കെതിരാണ്. അതോടൊപ്പം തന്നെ ആ വർഗീയതയെ തലവലിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആശയങ്ങൾക്കുമെതിരാണ്. ഞങ്ങൾ ഈ കേരളത്തിനോട് കേരളത്തിലെ മതനിരപേക്ഷവാദികളെ മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ബഹുമാന്യരായ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോൾ RSS എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട VD സതീശൻ പ്രതികരിക്കുമ്പോൾ RSS വാക്ക് പറഞ്ഞിട്ടില്ല. രാജേന്ദ്ര അർലേക്കർ സ്വസിദ്ധമായി കേരളത്തിലേക്ക് വന്നു എന്നാണോ അദ്ദേഹം കരുതുന്നത്? RSSകാരനാണ് രാജേന്ദ്ര അർലേക്കർ എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്താണ് ഭയം? അദ്ദേഹം ആരാണ് ഭയക്കുന്നത്? അപ്പൊ RSS എന്ന് പറയാതെ, RSSന്റെ ആശയത്തെ തുറന്നു കാണിക്കാതെ, RSSനെ വിമർശിക്കാതെ, RSSന്റെ തത്വ രാഷ്ട്രീയത്തെ തുറന്ന് പ്രതിരോധിക്കാതെ എങ്ങനെയാണ് മതനിരപേക്ഷ രാഷ്ട്രീയം നമ്മൾ ഈ ഇന്ത്യയെ വിളിച്ചു പറയുക? അതെങ്ങനെയാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ ഇന്ത്യ നടത്തുക? ആ പോരാട്ടം നടത്താൻ അവർ ഭയപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന് RSSനെ ഭയപ്പെടുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇപ്പോ ഞങ്ങൾ ഉയർത്തിയൊരു ചിത്രമുണ്ട്. ആ ചിത്രം പുറത്തുവിട്ടത് RSSകാർ തന്നെയാണ്. അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. VD സതീശൻ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നിങ്ങൾ RSSനെതിരെ സംസാരിക്കാൻ നിങ്ങളുടെ ഞങ്ങളുമായുള്ള ബന്ധം ഞങ്ങൾ തുറന്നു കാണിക്കും എന്ന് RSS ടെസ്റ്റ് ഡോസ് ആണ്. ആ ചിത്രം പുറത്തുവിട്ടതിന് ശേഷം RSSനെതിരായി ഒരു കാമ്പുള്ള പ്രതികരണം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനിയും വേറെ ചിത്രങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് RSSുമായി രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം നടത്തിയ വിവിധമായ സന്ധി ഇടപാടുകളുടെ വിവിധങ്ങളായ ചിത്രം RSSനുണ്ട്. അതിനെ ഭയപ്പെട്ട് കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ്. അതിനെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ പോരാട്ടം കേരളത്തിൽ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരെയും ചേർത്ത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് SFI മാത്രം നടത്തുന്ന പോരാട്ടമാണ് എന്ന് ഞങ്ങളുടെ ഒരു പ്രസംഗത്തിൽ ഞങ്ങൾ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. ഈ വിശാലമായ പോരാട്ടം SFI മാത്രമല്ല നടത്തുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികൾ SFIയുടെ രൂപത്തിൽ കേരളത്തിലെ യുവജന പ്രസ്ഥാനം, കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ മതനിരപേക്ഷവാദികളായ മനുഷ്യർ, കേരളത്തിലെ അധ്യാപകർ, കേരളത്തിലെ സർവകലാശാലയെ സ്നേഹിക്കുന്നവർ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു വിശാലമായ സമരമുന്നണിയാണ്. ആ സമരത്തിന് കേരളത്തിലെ SFI തിരുവോരങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. വളരെ അഭിമാനത്തോടെ ഈ പോരാട്ടം ഞങ്ങൾ കേരളത്തിലെ തിരുവോരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും. ഈ ഇങ്ങനെ ഇന്നലെ സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ SFI അടക്കമുള്ള വിദ്യാർത്ഥി സമൂഹം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മുമ്പോട്ട് വെക്കുമ്പോൾ ആ പ്രതിഷേധങ്ങളെ ആകെ ശിവപ്രസാദ് സൂചിപ്പിച്ചു, ആ പ്രതിഷേധങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. മറിച്ച് പോലീസ് ഇവർക്കെന്തോ പ്രത്യേക അനുമതി നൽകി ഇത്രയേറെ അറസ്റ്റും ഇത്രയേറെ മർദ്ദനവും ഏറ്റ് വിദ്യാർത്ഥികൾ അവിടെ പോരാടിയിട്ട് അവരെ ഗുണ്ടകളെന്ന് വിളിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ തീർച്ചയായും RSSനെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് VD സതീശൻ. അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നതാണ് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ്സുകാർ പറയുന്നത്. അത് തന്നെയായിരിക്കും ഒരു ഉദ്ദേശം, അല്ലേ ശിവപ്രസാദ്? കേരളത്തിലെ പോലീസിനെയോ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയെയോ പേടിച്ചോ ഭയപ്പെട്ടോ സമരത്തിന്റെ തീച്ചുളിയിലേക്ക് ഇറങ്ങുന്നവരല്ലല്ലോ SFIക്കാർ. അത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നന്നായി അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ സമരം നിങ്ങളെല്ലാവരും ലൈവ് കൊടുത്തതല്ലേ? കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ മനുഷ്യരാകെ കണ്ടതല്ലേ? ഏതാണ്ട് 3 മണിക്കൂറാണ് ആ സമരം നീണ്ടുന്നത്. കേരളത്തിലെ പോലീസ് ഞങ്ങൾക്ക് ഒരുക്കി തന്നിരുന്നെങ്കിൽ, പരവതാനി വിരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നേരെ VC-യുടെ എത്തുമായിരുന്നല്ലോ. പോലീസിനോട് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് വളരെ പ്രയാസപ്പെട്ട് സമരവീര്യത്തിന്റെ ഒറ്റക്കരുത്തിലാണ് ഞങ്ങൾ ആ VC-യുടെ ചേംബറിന് മുന്നിൽ വരെ എത്തിയത്. എന്നിട്ടോ കൊടിയ മർദ്ദനം, ഭീകരമായ മർദ്ദനം പോലീസിന് ഞാൻ കേറ്റുവാങ്ങേണ്ടി വന്നു.
ആ നിലയിൽ വലിയ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന ബോധ്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും നടക്കുന്നത്. സമരം കഴിഞ്ഞിട്ട് പോലീസ് ഞങ്ങളെ പിച്ചി മാന്തി ദുള്ളി എന്നൊന്നും ഞങ്ങൾ പരാതി പറയാറില്ല. അത് പറയാത്തത് കൊണ്ട് പോലീസ് ഞങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതിന് പ്രചരിപ്പിക്കുന്നവർക്ക് നല്ല നമസ്കാരം, അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. പോലീസ് ഞങ്ങളെ മർദ്ദിക്കും, പോലീസ് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ശിവപ്രസാദ് ഒരു പക്ഷേ ശിവപ്രസാദിന് അറിയാമായിരിക്കാം. കാരണം ഈ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും അവരുടെ സമരങ്ങളെയും നേരിട്ടുകൊണ്ട് വരുന്ന നേതൃത്വത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയല്ല വി ഡി സതീശൻ എന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് ആരോപിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ വിദ്യാർത്ഥി സമരങ്ങൾ കാണുമ്പോൾ അതിലെ കാഹളങ്ങൾ, അതിലെ മുദ്രാവാക്യങ്ങൾ, അതിലെ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ അതൊക്കെ ഒരു ഗുണ്ടാ വാക്കൊക്കെ ആയി തോന്നാം. ഇതാണ് പല കോൺഗ്രസ്സുകാർ തന്നെ പ്രതികരിച്ചത്. അതെ, ഇന്ന് കണ്ടില്ലേ കേരളത്തിലെ പ്രതിപക്ഷ സമരം, പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അനാവശ്യമായ പല വിഷയങ്ങളിൽ സമരം നടത്തി പോലീസിനെ അടക്കമുള്ള സംവിധാനങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടതല്ലേ. പക്ഷെ അവിടെ എവിടെയെങ്കിലും പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കാൻ തയ്യാറായോ? ഇന്ന് SFIക്കെതിരെ പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കാൻ തയ്യാറായി. SFIയുടെ സമരമൂല്യത്തിന് മുന്നിൽ പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കാനുള്ള മുന്നറിയിപ്പ് നൽകി. നിങ്ങൾ നോക്ക്, അങ്ങനെ SFIക്കാർക്ക് ഒത്താശ പാടുന്ന പോലീസ് ആണെങ്കിൽ ഗ്രനേഡ് പ്രയോഗിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കും. നിങ്ങൾ നോക്ക്, അതാണ് SFIയുടെ വീര്യം. SFIക്കാർ സമരം ചെയ്യാൻ എത്തിയാൽ ആ സമരത്തിൽ നിരടി മുന്നോട്ട് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ നിലയിൽ സമരം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഭരണകൂടം സൃഷ്ടിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ തന്നെ ശ്രമിക്കും. അതിനെ പല നിലയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതിലൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നതില്ല. ഞങ്ങൾ ഫോക്കസ്ഡ് ആണ്. ഞങ്ങൾ ഇത്തരം വിമർശനങ്ങളിലേക്കൊന്നും ശ്രദ്ധ തിരിച്ചുവിട്ട് ഞങ്ങളുടെ പക്ഷേ കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവിലേക്ക് RSS അവരുടെ കാവിയെ ചാലുകീറാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട മതനിരപേക്ഷ ചേരിയിലെ കോൺഗ്രസ് അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന വി ഡി സതീശൻ അതിനെ എതിർക്കുന്നവരോടാണ് എതിർപ്പ് പ്രകടിപ്പിച്ചത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അതാണ് കേരളം ചർച്ച ചെയ്യേണ്ട. കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ചർച്ച ചെയ്യും. ഞങ്ങൾ ഒരു ഘട്ടത്തിലും KSU സമരരംഗത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് സമരരംഗത്തിലേക്ക് വരണം എന്ന് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളായ മനുഷ്യരെയും ഞങ്ങളുടെ സമരത്തിലേക്ക്, കേരളത്തിൽ RSS സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മതനിരപേക്ഷവാദികളെ സ്വാഗതം ചെയ്യുമ്പോൾ ഇത് ഞങ്ങളെ അല്ല എന്ന് കോൺഗ്രസിന് തോന്നുകയാണ്. അതുകൊണ്ട് അങ്ങനെ തോന്നാൻ ഞങ്ങൾ മതനിരപേക്ഷവാദികളെ വരൂ എന്നാണ് പറയുന്നത്. അങ്ങനെ മതനിരപേക്ഷവാദികളെ വരൂ എന്ന് SFI ആഹ്വാനം ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ നോക്കുകയാണ്. ഇത് എന്നെയല്ല, അപ്പുറത്താരിയും നിൽക്കുന്നവരെയാണ് എന്ന് കോൺഗ്രസ്സുകാർ വിചാരിക്കാൻ. മതനിരപേക്ഷതയുടെ ഒരാശയവും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഉൾച്ചേർന്നിട്ടില്ല. മുൻ KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. RSSന്റെ കാര്യാലയത്തിന് കാവൽ നിന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാന മുഹൂർത്തമാണ് എന്ന് കേരളത്തിൽ പറഞ്ഞ ആളാണ് KPCC. മാത്രമല്ല ശിവപ്രസാദ്, ഈ വിദ്യാർത്ഥി സമൂഹത്തെ ചതിക്കുക മാത്രമല്ല, നോക്കൂ, ഇന്നലെ തൊഴിലാളി വർഗം, കർഷകർ ഒക്കെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരങ്ങൾക്ക് വർഗ ബഹുജന പിന്തുണ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് മാത്രം INTUCക്ക് പോലും മൂക്കുകയറിട്ട് അവരെപ്പോലും ഒറ്റയ്ക്ക് ഈ കൂട്ടായ്മയിൽ നിന്ന് മാറിയാണ് അവർ സമരം നടത്തിയത്. ഇതിനൊക്കെ കാരണക്കാരൻ വി ഡി സതീശനാണ്. അങ്ങനെ പല ദ്രോഹങ്ങളും രാഷ്ട്രീയമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം ചെയ്യുന്നുണ്ട്. ശിവപ്രസാദ്, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംവദിച്ചതിന്, കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. താങ്ക് യു.